ഞാനൊരു ലെഫ്റ്റാണ്. സ്മൃതി പരുത്തിക്കാടിൻ്റെ ഈ അടാറ് കോമഡി കേട്ട് ചിരിക്കാനല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുക? പിന്നീട് വന്നിരുന്ന് ഏതെങ്കിലും ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്ന് ഞാൻ ചെയ്ത പ്രവൃത്തി കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരുടെ മുന്നിൽ ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ പൊന്നമ്മച്ചി നിങ്ങളുടെ തൊലിക്കട്ടി അപാരമാണെന്നല്ലാതെ മറ്റു വാക്കൊന്നും പറയാനില്ല. നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിൽ ജീവിച്ചതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ നിലപാടിൽ നിന്നൊക്കെ പോകുമെന്ന് സംശയം തോന്നുമ്പോൾ നമ്മൾ കുറച്ചുകൂടി രൂക്ഷമായി വിമർശിക്കും. നമ്മളെ ഒരു കോൺഗ്രസ്സുകാരിയാക്കും. ഞാൻ ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. മാധ്യമങ്ങൾ പൊതുവെ പ്രതിപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതെന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടിക്കൊപ്പം നിൽക്കണം എന്നുള്ളതല്ല. പലപ്പോഴും അപ്പോൾ പ്രതിപക്ഷ പാർട്ടിയും നമ്മൾ പ്രതിപക്ഷ സ്വരമാണെന്നും ചിലപ്പോൾ ഒന്നായി പോയേക്കാം. അപ്പൊ നമ്മളെ കോൺഗ്രസ് കളത്തിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെ ഒരു നേതാവിന്റെ ആളാക്കിക്കൊണ്ടൊക്കെ പറയും. പക്ഷെ നാളെ അത് കാലം മാറുമ്പോൾ അത് ബോധ്യപ്പെട്ടോളും. ആ ഒരു ഭരണത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കാന്ന് അറിയാലോ. അന്ന് ലെഫ്റ്റ് ആയിരിക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്നെങ്കിൽ ലെഫ്റ്റിന് മനസ്സിലാവും നമ്മൾ അങ്ങനെയല്ലായിരുന്നു. കാലം എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേട്ടില്ലേ? മാധ്യമ പ്രവർത്തനം എന്നാൽ പ്രതിപക്ഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്താകുന്നത്, ഞാൻ സതീശന്റെ പക്ഷം പിടിക്കുന്നത്, അല്ലാതെ മനഃപൂർവ്വമല്ല. നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എങ്ങനെ? അടുത്ത കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് എന്നെ മനസ്സിലാവും, കാലം തെളിയിക്കും. അപ്പം കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കാലം തെളിയിക്കില്ല. ഈ കാര്യം എല്ലാ കാലത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാം. ഞാനൊരു ഇടതു കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ ആ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ നാട്ടിലുള്ള ആരെങ്കിലും സ്മൃതി പരുത്തിക്കാടിൻ്റെ ചർച്ച കേട്ടാൽ ഒരു മാധ്യമപ്രവർത്തക എന്നാൽ പ്രതിപക്ഷ ശബ്ദമാകണമെന്നല്ലോ എന്നാണ്. പ്രതിപക്ഷ ശബ്ദം എന്നാൽ സതീശൻ്റെ ശബ്ദമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വന്തം അഭിപ്രായം വേണ്ടേ? സതീശൻ പറയുന്നതിനെ ഏറ്റുപാടുക, അല്ലെങ്കിൽ മൗദൂദി ചാനലിരിക്കുന്ന ദാവൂദിൻ്റെ അതേ സ്റ്റേറ്റ്മെൻറ്റുകൾ അതേപടി പറയുക, ഇതൊക്കെയാണോ പ്രതിപക്ഷ സ്വരം? ഈ നാട്ടിൽ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന എല്ലാ നുണയെ ഏറ്റുപറഞ്ഞിട്ട് സതീശൻ പറയുന്ന അതേ വാക്കുകൾ പെൺസ്വരത്തിലൊരു മാധ്യമ ക്യാമറകൾക്ക് മുന്നിലിരുന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ വന്നിരുന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തോട് പറയാനെന്നാണ്. ഈ നാട്ടിൽ എത്ര അവതാരകമാരുണ്ട്, എത്ര ചാനലുകളിൽ. ഏഷ്യാനെറ്റിൻ്റെ സംഘപരിവാർ ചാനലാണ്. ആരെങ്കിലും ഏതെങ്കിലും അവതാരകന്മാരെക്കുറിച്ച് അങ്ങനെ സതീശൻ്റെ മൗത്ത് പീസാണെന്ന് ആക്ഷേപിച്ചിട്ടുണ്ടോ? മാതൃഭൂമി ചാനലിലെ കോൺഗ്രസ് നിലപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഒരു സമൂഹത്തിന്, ഒരു വിഭാഗത്തിന് ചില കാര്യങ്ങൾ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് വെറുതെ തോന്നുന്നതല്ല, വസ്തുതകൾ വെച്ച് ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ തോന്നുന്നതാണ്. സ്മൃതിക്ക് വീണാ വിജയൻ്റെ കാര്യത്തിലും ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേക തോന്നലുകൾ ഈ നാട്ടിൽ വരാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ നാട്ടുകാർക്കും ചില കാര്യങ്ങൾ കൃത്യമായിട്ട് സതീശൻ്റെ 11 മണി മാധ്യമ വാർത്താ കച്ചവടത്തിൻ്റെ കഥാപാത്രമാകുന്ന അതേ ശബ്ദം വൈകുന്നേരം 8 മണിക്ക് സ്മൃതിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് നാട്ടുകാർ അനുമാനിക്കേണ്ടത്? നാട്ടുകാരുടെ കാതിനും കണ്ണിനും ഒരു കുഴപ്പമില്ലാത്തടത്തോളം കാലം ഇമാതിരി മെഴുകലുകൾ നടത്തുന്നത് കൂടുതൽ സമൂഹത്തിൻ്റെ മുന്നിൽ ട്രോളാൻ മാത്രമേ അവസരമുണ്ടാക്കുകയുള്ളൂ എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാവുള്ളൂ. എന്തെങ്കിലും ചെയ്യാം, പക്ഷേ പറയാൻ പാടില്ല എന്നൊന്നും പറഞ്ഞു കളയല്ലേ. ചെയ്താൽ അത് പറയും, വെറുതെ പറയുകയല്ല. അത് സംശയമുണ്ടെങ്കിൽ തെളിവുകൾ വേണമെങ്കിൽ വാരി മുന്നിലോട്ട് വിതറും. അപ്പോൾ സ്വന്തമായിട്ട് ബോധ്യപ്പെടും എന്താണ് ചെയ്ത പ്രവൃത്തിയെന്ന്. ഒപ്പം ഇരിക്കുന്നവർ വൈകുന്നേരത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇതേ ആംഗിളിൽ വർത്തമാനം പറയേണ്ടി വന്നിട്ടുണ്ട്, ക്ഷുഭിതയായിട്ടുണ്ട്. എന്തുകൊണ്ട്? നാട്ടുകാരെ കാര്യം വിട്, കൂടെ ഇരിക്കുന്നവർക്ക് തോന്നാൻ കാരണം. അപ്പോൾ ഇമാതിരി ഉടായ്പ് ഡയലോഗൊക്കെ അടിച്ച് ആരെ ബോധ്യപ്പെടുത്താനാണ് സ്മൃതി തയ്യാറാകുന്നത്? സ്വയം ഏഷ്യൻ പെയിൻറ്റിട്ട് വെള്ള പൂശിയ വെളുക്കില്ലെന്ന് മാത്രമേ സ്മൃതിയോട് പറയാനുള്ളൂ.